നീ തന്ന പൈസയില് കണക്ക് കൂട്ടി നോക്കിയപ്പോ ഒരു 10 രൂപയുടെ കുറവുണ്ട്. എവിടെ 10 രൂപ? അത് ഞാൻ എടുത്തു. എടുക്കുമ്പോ നിനക്ക് പറഞ്ഞാലെന്താ? ഞാൻ മറന്നുപോയി. മറന്നുപോയിന്നോ? എന്തിനാ നീ എടുത്തത്? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? എന്താവശ്യത്തിനാ നീ അത് എടുത്തതെന്ന്? ആ പൈസക്കാണ് ഞാൻ 3 പവന്റെ മാലയും ഒരു പട്ടുസാരിയും വാങ്ങിയത്. നാണ ഇല്ലല്ലോ 10 രൂപയുടെ കണക്കും ചോദിച്ചിട്ട് നടക്കാൻ. എന്നാ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. കറണ്ട് ബിൽ ഇതെന്താ? 250 രൂപയോ? 250 രൂപ. അപ്പൊ 800-900 ഒക്കെ വരുന്നതല്ലേ? എനിക്ക് മനസ്സിലാണെങ്കിൽ ഇനി കറണ്ട് ചാർജ് എങ്ങാനും കുറച്ചോ സത്യേട്ടാ? കുറയ്ക്കാൻ ഒരിക്കലും സാധ്യതയില്ല. കൂട്ടിയത് കുറക്കില്ലല്ലോ. പിന്നെ ഇതെങ്ങനെ വന്നു? ഇനിയിപ്പോ ഗവൺമെന്റ് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കൂട്ടത്തിലെങ്ങാനും വന്നതാണോ? എനിക്ക് 4 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ജൂനിയർ വക്കീലല്ലേ, അങ്ങനെ തന്നെ വക്കീലമ്മാന്റെ ആട്ടും തൊഴിയൊക്കെ കേൾക്കേണ്ടി വരും. ചേട്ടാ, ഞാൻ ഈ പണി നിർത്തി വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാ. ഇങ്ങനെ ഒരാളുടെ അടുത്ത് തന്നെ വന്ന് പെട്ടില്ലേ? ശമ്പളം ചോദിക്കുമ്പോ അയാളുടെ എന്തോ ഒരു ഭാവം. ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ ചെയ്യണം. വേറെ എത്രയോ നല്ല വക്കീലന്മാരുണ്ടായിരുന്നു. അവരുടെ ആരുടെ അടുത്തെങ്കിലും പോയാൽ മതിയായിരുന്നു. ഫിസിക്കലിന്റെ അടുത്ത് തന്നെ വന്ന് പെട്ടത്. അയാളെ പറ്റി തന്നെ പറയണേ. സാറ് വന്നു. ഗുഡ് മോർണിംഗ്. ഇയാളെ നിങ്ങൾ ഇന്നലെ എവിടെ വെച്ചാ കണ്ടത്? അങ്ങോട്ട് പറഞ്ഞു. ഇന്നലെ ഇയാൾ ഇറച്ചിക്കടയിൽ കിടന്ന് ചുറ്റിക്കിടണ കണ്ട് നേട്ടമാന്ന് പറഞ്ഞല്ലോ. ഇറച്ചിക്കടയിൽ ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാണ്. പിന്നെ മൂത്രമൊഴിച്ച ഇറച്ചി മാർക്കറ്റിലേക്കല്ലേ പോകുക ആൾക്കാർ? മൂത്രമൊഴിച്ചൂടെ? സാർ ഇത് കള്ളത്തിലാണ്, വിശ്വസിക്കരുത്. സത്യശീല, ഈ മനുഷ്യ ശരീരത്തില് 206 എല്ലുകളാണ് ഉള്ളത്. അതെ. അത് 25 വർഷമൊക്കെ കഴിയുമ്പോ ഈ എല്ലെല്ലാം പൊടിഞ്ഞ് മണ്ണിൽ അലിഞ്ഞങ്ങ് പോകും. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഇവരുടെ അച്ഛന്റെ എല്ലാണെന്ന് പറയുന്നത്? സാറേ, നാട്ടിലുള്ള എല്ലാ ആൾക്കാരും പറയുമായിരുന്നു ഇവളുടെ അച്ഛന് ഒരു എല്ല് കൂടുതലാണെന്ന്. ആ എല്ലാണിത്. അതെ സാറേ, ഇത് കാളയുടെ എല്ലാണോ അതോ ഇവളുടെ അച്ഛന്റെ എല്ലാണോ തിരിച്ചറിയണമെങ്കിൽ ഫോറൻസിക് ലാബിലോട്ട് ടെസ്റ്റിന് അയക്കണം. പിന്നെ അത് തീരുമാനിക്കാൻ ഇയാളാരാ? നിന്നെ പോലെയല്ല, ഞാൻ BSc കെമിസ്ട്രി പഠിച്ചതാ. കെമിസ്ട്രി പഠിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ തീരുമാനം എടുക്കാനുള്ള അവകാശമൊന്നുമില്ല. അവകാശം ഉണ്ടെങ്കിലോ? നിർത്തി. നിങ്ങൾക്ക് ഈ പഠിപ്പിലുള്ള സംസ്കാരം ഇല്ലല്ലോ. എന്തിനെങ്കിലും പാടാൻ വെക്കണേ. സാറിന് ഇപ്പൊ ഇത് അയക്കാൻ പറ്റുമോ ഇല്ലയോ? അയക്കാം. അതെ സത്യശീല, ഇവര് പറഞ്ഞ പോലെ നമുക്കിത് ഫോറൻസിക് ലാബിലേക്ക് അയക്കാം. വേണ്ട ശ്യാമളെ, അങ്ങനെയൊന്നും പറയല്ലേ ശ്യാമളെ. പറയല്ല വേണ്ടത്. ഒരു പണിക്കും പോലാതെ കാവി കൊടുത്ത് കുറെ മോല ഇട്ട് ചന്ദനം പൂശി നടക്കും കള്ളസ്വാമി. അതേപോലെയുള്ള ആൾക്കാർ കുടുംബം നോക്കണം. ഞാനും എന്റെ കൊച്ചി എങ്ങനെ കഴിയണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ പശു ഉണ്ടായിരുന്നില്ലേ? എനിക്ക് എന്തുണ്ടായിരുന്നു? പിന്നെ എന്ത് കാര്യത്തിനാ നിങ്ങൾ ഓടി ഓടി പോണത്? എനിക്ക് ശാന്തി വേണം. അത് കിട്ടിയാ നിങ്ങൾക്ക് പറഞ്ഞ സാധനം കിട്ടി, പക്ഷെ ഇവിടെ വന്നതോടുകൂടി എല്ലാം പോയി. വരാതിരിക്കാൻ പാടില്ല. മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട് ഒരു കുങ്കുമം കുറയ്ക്ക് തുണി കൊണ്ട് വന്നേക്കണ് ശ്യാമളക്ക് ചാകുമ്പോ പുറക്കാൻ. മുരുകാ നിങ്ങൾ എന്റെ കണ്ണു മുമ്പിൽ നിന്ന് പൊക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും. ശ്യാമളെ, നീ കടുങ്കയൊന്നും ചെയ്യരുത്. ഞാൻ ചെയ്യുന്നല്ല, നിങ്ങളെ കൊല്ലൂന്നാ പറഞ്ഞ ഞാൻ. ശ്യാമളെ വന്ന് കയറിപ്പോ പറഞ്ഞ കേട്ടോ സ്വാമി വന്നേക്കണെന്ന്. അച്ഛനെ കണ്ടിട്ട് എന്റെ കൊച്ചിന് മനസ്സിലായില്ല. അവന് മനസ്സിലായില്ലടാ.